പലയിടത്തും ഇപ്പോഴും കനത്ത മഴ പെയ്യുന്ന നിലയുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ചാലക്കുടി പരിയാരം കമ്പളത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. പാലക്കാട് കുന്തിപ്പുഴ കരകവിഞ്ഞു. തെങ്കര, കോൽപ്പാടം, ഞെട്ടരക്കടവ് പാലം ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളത്തിലാണ്. സുരജ് സജി തൃശൂരിൽ നിന്നും, ശ്രീജിത് ശ്രീകുമാരൻ പാലക്കാട് നിന്നും, സൂര്യശ്രീ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സൂര്യശ്രീയിലേക്കാണ്. സൂര്യശ്രീ, ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് പെയ്യുകയായിരുന്നു, തിമിർത്ത് പെയ്യുകയായിരുന്നു മഴ. നമുക്കറിയാം, എറണാകുളം നഗരത്തിൽ 4 മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്, ഗതാഗത തടസ്സമുണ്ടാകും. ഇന്ന് ഈ പ്രഭാതത്തിൽ മഴ മാറി നിൽക്കുന്നുണ്ടോ, ഗതാഗത തടസ്സമുണ്ടോ? വിവരങ്ങൾ പറയും. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നാളെ അതിശക്തമായ മഴ തന്നെയാണ് ജില്ലയിലെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തിയായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ വകുപ്പും ഓറഞ്ച് അലർട്ടും ജാഗ്രതാ മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിൽ അതുപോലെ തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പെരിയാർ നദിയോട് തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും അനാവശ്യമായി നദികളിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്, കാരണം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള കനത്ത നാശങ്ങളും തന്നെ മഴക്കെടുതികളെയോ ഒന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾക്കടക്കം ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ജില്ലയിലെമ്പാടും തന്നെ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിലവിൽ അതിശക്തമായ ഒരു വെള്ളക്കെട്ടോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ ഇത്തിരി കളമശ്ശേരി, അതുപോലെ തന്നെ ആലുവ എന്നിവിടങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കൊച്ചിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. സ്മിത. ശരി, സൂര്യശ്രീ എറണാകുളം ജില്ലയിൽ നിന്നുള്ള പൊതുവായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.